എടി സുമേ, ആ കുട്ടപ്പേട്ടൻ വന്ന എൻ്റെ മേശപ്പുറത്ത് വെച്ച 500 രൂപ എടുത്തു കൊടുത്തോ. ഞാൻ തറവാട്ടി പോയി എന്നൊന്നും പറയണ്ട. ആ ശരി, അമ്മയോട് എന്റെ അന്വേഷണം പറയണേ. വൈകണ്ടോ. കന്നിനും വാരി വെച്ച വിത്തിനും പെണ്ണിനും പിള്ളയ്ക്കും തറവാട്ടിലെ സന്തതി പരമ്പരകൾക്കും മുമ്പും പിമ്പും നിന്നവരാണ് ഞങ്ങൾ മക്കളെ. എന്നിട്ട് ഇത്രയും സന്തതി പരമ്പരകൾ ഉണ്ടായിട്ടും ഞങ്ങളെ നോക്കാൻ പറ്റിയില്ല അല്ലേ? പറ്റും പറ്റും, നമ്മൾക്ക് എന്താ പറഞ്ഞേ അതുപോലെ ചെയ്യാം. ഈ നാലാമടത്ത് പൂജാതി കർമ്മങ്ങളില്ലാതെ വർഷങ്ങളായിട്ടിരിക്കണു മക്കളെ. ഞങ്ങൾ അടിച്ച് രണ്ടു തരം തിരിവെക്കുന്നുണ്ടല്ലോ. അത് പോരെ മക്കളെ. അരിയും പൊരിയും തവിടും മലരും കള്ളും വെച്ച് നേദിക്കണം. കണ്ടകർണനും മൂക്കൻ ചാത്തനും കുട്ടിച്ചാത്തനുമെല്ലാം ദാഹം കിട്ടാതെ അലയുകയാണ്. പറഞ്ഞാ മതി, അടിയൻ ചെയ്തോളാം. ഒന്നും പറയണ്ട, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടൂടെ അയാൾക്ക്. വരുന്ന കർക്കിടകത്തില് മഞ്ഞപ്പൈറ്റടി സമയത്ത് ഒരു പൂജ നടത്തണം മക്കളെ. മുത്തനുണ്ടാകും കൂടെ. അത് പോരെ? മതി മതി, അത് മതി. ശരി കേട്ടോളേ, പോട്ടരാ. കർക്കിടക മാസം വാവിന് 2-2.5 മാസമേ ഉള്ളൂ. അതുകൊണ്ടിപ്പോ ആകുമോ? എന്ന് വെച്ച് ചെയ്യാതിരിക്കാൻ പറ്റുമോ? കേസം വിചാരിച്ചാ എല്ലാം നടക്കും. പിന്നെ ഏട്ടൻ വിചാരിച്ച എല്ലാം നടക്കും. ഇതിനൊക്കെ പറ്റിയ ആള് ചെറിയച്ഛനാ. ദിവാകര, 3 പെൺകുട്ടികളെ എനിക്ക്. കേശവേട്ടനാവുമ്പോ പെണ്ണില്ല, കുട്ടിയില്ല, കുടുംബമില്ല. അത് നന്നായി. ഏട്ടൻ മിണ്ടാതിരിക്കേട്ടാ. ഏട്ടന് മാത്രമേ ഈ ദൈവം ഭൂതൊക്കെ ഉള്ളൂ. മഞ്ഞക്കാമാല പിടിച്ചു കിടന്ന ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞപ്പോ മന്ത്രം തന്ത്രം എന്നൊക്കെ പറഞ്ഞ് കൊലക്ക് കൊടുത്ത ആളാ ഇയാള്. അതുകൊണ്ട് എന്തായി? അവനവന്റെ അമ്മയെ നഷ്ടമായത്. എനിക്കെന്റെ ചേച്ചി. ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ടെന്താ കാര്യം? കേശവ, അവന്റെ പ്രാന്താണ് കേട്ടാ. ഞാൻ പോണു. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒടുവ് കുറ്റം പറച്ചൽ തന്നെ ബാക്കി. മുത്തപ്പ കാത്തോളേ. ആഹാ, അവള് പണിയൊക്കെ ചെയ്യുന്നുണ്ടോ? അത്യാവശ്യത്തിന് പണിയൊക്കെ ചെയ്യണ്ടമ്മേ. അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ? ആര് വരാൻ? ആരും വന്നില്ല. ആശുപത്രിക്ക് വല്ലതും പോവാറുണ്ടാ? കഴിഞ്ഞ മാസം ഒന്ന് പോയി. എത്ര മാസമായി എന്നാ പറഞ്ഞ? 2.5 മാസം കഴിഞ്ഞത് 3ാമത്തെയാണ്. എനിക്ക് സങ്കടം ഉണ്ടാ അവിടെ വന്ന് നിക്കാൻ പറ്റാത്തേന്. കേശവ കേശവ, അവന് വലുത് അറിയണോ? രാവോ പാലോ ചക്രാന്തി. കേശവ, നീ അറിഞ്ഞോ സുബദിക്ക് വെയിറ്റില്ലാത്രേ? അമ്മയൊന്ന് ചുമ്മാതിരി അമ്മേ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. ഹോ, പ്രാർത്ഥിച്ചോണ്ടൊന്നല്ല. അങ്ങനെയെങ്കിൽ ഏടത്തമ്മ വരാൻ പ്രാർത്ഥിക്കേ. അവളുടെ കാര്യം മിണ്ടിപ്പോകരുത്. ആ സ്ത്രീകരം നീ പോയിരിക്കല്ലേ, വരും, വരാതിരിക്കില്ല. വരില്ലടാ. അവളെ അത്ര പൊറുതി മുടിച്ചിട്ടാ പോർക്കണേ. അന്തസ്സുള്ള പെണ്ണാ. നീ കുടുംബം നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ ഇരിക്കും. എങ്ങനെയാ? അവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏട്ടാ, ഏട്ടൻ ഇനിയെങ്കിലും മര്യാദയ്ക്ക് പണിക്ക് പോണം. 2 നേരം അടിച്ചു വിളക്കൊക്കെ നീ ഇവിടെ വരുമോ? ഇനി ഇങ്ങനെ എന്തിനൊരു ദൈവം? അപ്പനപ്പൂവിന്റെ കാലത്ത് കൊണ്ടുവന്ന ദൈവമാണിത്. ഇപ്പൂന്റെ പടയോട്ട കാലത്ത് മതി. ഇത് ഞാൻ കുറെ കേട്ടതാ. പണ്ട് ക്ഷേത്രപ്രവേശനം ഇല്ലാത്ത കാലത്ത് ഈ പറഞ്ഞ അപ്പനപ്പൂപ്പന്മാര് കള്ളും വെള്ളവും കൊടുത്ത് വളർത്തിയ ദൈവമല്ലേ ഇത്. ഇപ്പൊ കാലം മാറിയേട്ടാ. ഗുരുവായൂരും ശബരിമലയിലും ഭഗവാന്റെ അടുത്ത് വരെ പോയി തൊഴാം, പ്രാർത്ഥിക്കാം. ഇത് പറയാൻ വേണ്ടി വരണമെന്നില്ല. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. പറഞ്ഞ അമ്മയ്ക്ക് വിഷമവും. അമ്മ, ഞാൻ പോണു. ഊണ് കഴിച്ചിട്ട് പോവാടാ. വേണ്ടമ്മേ. നാണിത്തളയ്ക്ക് ഊതി വെച്ച ചരലെവിടെ പോയി?
യാ കുട്ടാ കുട്ടാ എവിടെ നീ കുട്ടാ യാ ഇവിടെ വന്നിരിക്കാ നീ എന്തിനാ വിളിച്ച കേൾക്കണല്ലോ നീ എന്റെ മീനും ഓടാതെ നിന്റെ മീനും നീയും ഓമച്ചക്കനെ കളിക്കാൻ പറ്റിയ മീനെ ചവരട് കാണാണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഒരു മീന്. കുട്ടാ കാപ്പി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. അമ്മമ്മ ചന്തക്ക് പോയിട്ട് വരാട്ടോ മേനെ. ഏട്ടാ എന്താ എനിക്കൊരു ചരട് കെട്ടിത്തരണം. വല്ലാതെ പേടിച്ചെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഞാൻ പേടിച്ചെന്തോ പ്രേതത്തിനെ കണ്ടിട്ട് അറിയില്ല. ചരട് കെട്ടിത്തരണം. ഈ ചേട്ടങ്ങോട്ട് കെട്ടാ കൈ കാണിക്ക്. ഇനി 2 ആഴ്ചക്ക് പേടിക്കണ്ട. ഇട്ടോളൂ, ധൈര്യത്തിൽ പൊയ്ക്കോളൂ. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വേഗം വന്നോളൂ. ഇന്ന് ഭഗവതി ഇവിടെ ഉണ്ട്. എന്താ വില? 2 ആഴ്ചക്ക് പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിട്ട് വന്നോളൂ. മകനെ, മകനെ, ആവോ മകനെ, ഡാ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടേണ്. അമ്മമ്മ ചന്തേന്ന് മേടിച്ചതാണ്. പെട്ടേണേ, അത് മുട്ടിയിട്ടിട്ടുണ്ടെങ്കിലേ നല്ല പൈസയൊക്കെ കിട്ടും. അതുകൊണ്ട് നീ നന്നായി നോക്കണട്ടോ മേനെ. അടടാ, പെട്ടേണ പറഞ്ഞ് മേടിച്ചിട്ട് അത് ചാത്തനാണ്. അതിന്റെ നെറ്റിയിലൊക്കെ പൂ വന്നിരിക്കണു. കോഴിയും പട്ടിയും പൂച്ചയും നായും ഒക്കെ കൂടി മനുഷ്യരും ഉറക്കം തരാണ്ട്. ഡാ ഉണ്ണിയേ, ആ കോഴീനെ പിടിച്ചിട്ട് കോഴിക്കൂട്ടിൽ ഇടായിരുന്നില്ലേ നിനക്ക്?
കേശവ പിടിച്ചോ വിടേണ്ട അമ്മ ചിക്കനെ നീ കൊടുക്കേ പറഞ്ഞ മനസ്സിലാക്കിച്ച സ്ത്രീ എന്റെ കുട്ടീന്റെ കടത്തം കാണാൻ വയ്യ എനിക്ക്. വിഷമിക്കണ്ടാ. ചോര കുടിക്കുന്ന ദൈവങ്ങളൊക്കെ ഇവിടുന്ന് പോയാലേ ഇവിടെ നന്നാകും. ഇതിനൊക്കെ അപ്പുറത്ത് വിശാലമായൊരു ലോകമുണ്ട്. നീ അവിടെ എത്തണം.